ഈ സമയത്ത് ഹീറോ അമ്മൂമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടറെ തേടി വരുന്നു. ഹീറോ പോലീസും ബഡ്ഡി പോലീസും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. അമ്മൂമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർ മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിന്റെ അങ്കിളാണ്. പോലീസുകാര് അമ്മൂമ്മയെ പറ്റി ഈ ഡോക്ടറോട് ചോദിക്കുന്നു. ഡോക്ടർ പറയാണ് അമ്മൂമ്മയ്ക്ക് തീരെ സുഖമില്ലായിരുന്നു, ക്യാൻസർ ഉണ്ടായിരുന്നു, അവർ നടക്കാനും ബുദ്ധിമുട്ടിയിരുന്നു, അതുകൊണ്ടായിരിക്കാം നിലത്തേക്ക് വീണ് മരണപ്പെട്ടിട്ടുണ്ടാവുക. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്നയാൾ പോലീസുകാരോട് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, ഇല്ല സാർ, ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, അതിനുവേണ്ടി മാത്രം വന്നതാണ്, ഇനി ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം നമ്മുടെ ഹീറോ പോലീസ് ഡോക്ടറോട് വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നു. സാർ, നിങ്ങൾക്ക് അബിഗെയിൽ ക്ലെയ്റ്റൺ എന്ന ആ അമ്മൂമ്മയുടെ എതിർഭാഗത്ത് താമസിക്കുന്ന ലേഡിയെ പറ്റി അറിയുമോ? നിങ്ങൾക്ക് അവരെ പരിചയമുണ്ടോ? ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ പറയും, ഡോക്ടർ പേഷ്യന്റ് തമ്മിലുള്ള ബന്ധം കോൺഫിഡൻഷ്യൽ ആണ്, അതെനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ടതാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്കൊരു സംശയം. അവരെ പരിചയമുണ്ടോ എന്ന് മാത്രമാണ് ഹീറോ ചോദിച്ചത്. എന്നാൽ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവർ തമ്മിലൊരു വൈദ്യൻ രോഗി ബന്ധമുണ്ട്. സോ ഡോക്ടർക്ക് ഹീറോയിനെ നന്നായിട്ട് അറിയാമെന്നുള്ളത് ഹീറോ പോലീസിന് മനസ്സിലായി. അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേന്ന് പകൽ അയൽക്കാരി ഹീറോയിനെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുക. ഫ്ലാറ്റിൽ നിന്ന്, ഞാനുണ്ട് നിന്റെ കൂടെ, കുറച്ചു ദൂരം നമുക്ക് നടന്നു പോവാം, വായോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാം. ഹീറോയിനാണെങ്കിൽ വെളിച്ചത്ത് പുറത്തിറങ്ങാൻ തന്നെ പേടി. ഓരോ കാലെടുത്ത് വെപ്പും പേടിച്ചാണ് അവൾ വെക്കുന്നത്. ഇന്ന് മുഴുവൻ ദൂരവും പുറത്തു പോയില്ലെങ്കിലും കുഴപ്പമില്ല, കോറിഡോറിൽ ഇരിക്കുന്ന ടേബിൾ വരെയെങ്കിലും നടന്നു പോകാന്ന് പറഞ്ഞിട്ട് അയൽക്കാരി കൂട്ടുകാരി ഹീറോയിനെ നിർബന്ധിച്ച് ആ ടേബിൾ വരെ കൊണ്ടുപോകുന്നു. ഈ നേരത്താണ് അയൽക്കാരിയുടെ കെട്ടിയോൻ വരുന്നത്. അയാൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. അയൽക്കാരൻ ലിഫ്റ്റിൽ കയറുമ്പോൾ മാനേജർ പുള്ളിയെ കണ്ടിട്ട്, സാർ, ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നുണ്ട് നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടതെന്ന്, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് നടന്നു പോകും. എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയുന്നില്ല. ഈ നേരത്ത് ഹീറോയിനും കൂട്ടുകാരിയും കൂടെ എങ്ങനെയൊക്കെയോ ആ വരാന്തയിലുള്ള ടേബിളിനടുത്തേക്ക് എത്തി. അതൊരു വലിയ വിക്ടറി ആയിട്ട് വിചാരിച്ച് ഹീറോയിൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയൽക്കാരിയുടെ കെട്ടിയോൻ വരുന്നത്. ലിഫ്റ്റ് തുറന്ന അയാൾ വരുന്നു. അയാളെ കണ്ട് പേടിച്ച് ഇവള് ടേബിളിനടിയിൽ ഒളിച്ചിരിക്കാൻ ശ്രമിക്കും. ഇയാൾ മദ്യപിച്ച് മതോന്മത്തനായി പെണ്ണിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയിനെ തൊടാൻ ശ്രമിക്കുക. എന്താ മോളെ, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വയ്യെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇയാളെ ഭാര്യ അയൽക്കാരി, ചാർലി, ഞങ്ങളെ ശല്യം ചെയ്യരുത്, ആ പെണ്ണ് പാവാണ്, അവളെ ഉപദ്രവിക്കാതെ മാറിപ്പോ, മിണ്ടാ ചെന്ന് വീട്ടിൽ കിടക്കെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഇയാൾ ലക്കിട്ട് അയാളുടെ ഫ്ലാറ്റിൽ കയറാതെ നേരെ ഹീറോയിന്റെ ഫ്ലാറ്റിലേക്ക് കയറുകയാണ്. ഇത് കണ്ട ഉടനെ ഹീറോയിൻ പേടിച്ച് തിരിച്ച്, അയാൾ എൻ്റെ മുറിയിലേക്ക് കയറണ്ടെന്ന് പറയൂ, എനിക്ക് ആരും കയറുന്ന ഇഷ്ടമല്ല, അയാളെ കയറണ്ടെന്ന് പറയൂ, ഞാൻ അതിന് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചോടി വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും പേടിച്ചിരിക്കുകയാണ് പെണ്ണ്. ഈ സമയത്ത് മുറിയിലേക്ക് കയറിയ ചാർലിയുടെ രൂപവും ഭാവമൊക്കെ മാറി. അയാൾ മദ്യപിച്ചതുപോലെ അഭിനയിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇയാൾ ഓടി വന്ന് ഹീറോയിന്റെ കമ്പ്യൂട്ടറിൽ ഏതോ ഒരു വൈറസിനെ ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അയൽക്കാരൻ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എങ്ങനെയെങ്കിലും അവളെ കുറച്ച് സമയത്തേക്ക് ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. ആ സമയം നോക്കി ഞാൻ അവൾ അറിയാത്ത പോലെ ഫ്ലാറ്റിനകത്ത് കയറി അവളുടെ കമ്പ്യൂട്ടറിൽ ഒരു വൈറസ് ഇൻസ്റ്റാൾ ചെയ്യും. അത് മുഖാന്തരം അവളെ ബാങ്കിങ് പാസ്വേഡ് കരസ്ഥമാക്കിയാൽ പിന്നെ ഒന്നും നമുക്ക് നോക്കേണ്ടതില്ല. അവളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. സോ ആൾമാറാട്ടം നടത്തി അവളുടെ പേരിലുള്ള മില്യൺസ് ഓഫ് ഡോളേഴ്സ് നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് മാറ്റാം. അടുത്ത തവണ അവൾ ഓൺലൈൻ കയറി ബാങ്കിങ് ചെയ്താൽ ആ സമയത്ത് നമുക്ക് പാസ്വേഡ് കിട്ടും. ഇനി അതിനുവേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. സോ ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാനിങ് ആയിരുന്നു ഇതിനു മുന്നേ നടന്നുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിൽ ഹീറോയിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഈവൻ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ വരെയുണ്ട്. ഹീറോയിന്റെ ഒരു ഫേക്ക് ID കാർഡും അവർ ഈ അയൽക്കാരിയുടെ പേരിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇയാൾ മദ്യലഹരിയിൽ എന്നതുപോലെ ഫ്ലാറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന്, അയ്യോ എൻ്റെ ഫ്ലാറ്റ് മാറിപ്പോയി, ഇതല്ല എൻ്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ് എതിർഭാഗത്തുള്ള അയാളുടെ ഫ്ലാറ്റിനകത്തേക്ക് കയറുന്നു. ഹീറോയിനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട്, എനിക്ക് ആരും എൻ്റെ ജീവിതത്തിൽ വേണ്ട, ഞാൻ ഡിസിപ്ലിനായിട്ട് ജീവിക്കുന്ന ആളാ, ആരുടെയും ശല്യം ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരാളും എൻ്റെ ഫ്ലാറ്റിനകത്തേക്ക് കയറുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, നിനക്ക് അയാളുടെ കൂടെ ജീവിക്കണമെങ്കിൽ നീ പോയി ജീവിച്ചോ, എനിക്ക് അയാളെ കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അയൽക്കാരിയെ വഴക്ക് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. അയാളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാതെ നിനക്ക് സമാധാനം കിട്ടില്ല, അയാൾ വരുന്നുണ്ടെങ്കിൽ നീയും എൻ്റെ അടുത്തേക്ക് വരണ്ട, നീ പോയിക്കോന്ന് പറഞ്ഞ് ഹീറോയിൻ അയൽക്കാരി ഇറക്കി വിടും. ഇവൾ ഇത്രയും വലിയ ഫ്രോഡുകാരിയാണെന്ന് ഹീറോയിൻ അറിയില്ല. യഥാർത്ഥത്തിൽ അയൽക്കാരൻ്റെ ഭാര്യയല്ല പുള്ളി, കാമുകിയാണ്. എന്നിട്ടാണ് രണ്ടെണ്ണം കൂടി ഹീറോയിനെ പറ്റിക്കാൻ നോക്കുന്നത്. ഇനി ഇതിൽ മറ്റൊരു കഥയും കൂടെ ഉണ്ട്. നമ്മുടെ മാനേജറല്ലേ, അയാൾ ഈ അയൽക്കാരനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. എന്താന്ന് വെച്ചാൽ, മാനേജർ 12 വർഷങ്ങൾക്ക് മുന്നേ ഏതോ മണി സ്കാമിൽപ്പെട്ട് ജയിലിലായിരുന്നു. അന്ന് മാനേജറെ കൂടെ മറ്റൊരു സ്കാമിൽ ജയിലിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ അയൽക്കാരൻ. സോ ഇപ്പോഴാണ് മാനേജർക്ക് ആ കാര്യം മനസ്സിലായത്, അയൽക്കാരൻ എവിടുത്തെ ആളാണെന്ന് ഓർമ്മ വന്നത്. താൻ ഈ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ എന്തോ സ്കാമിനായിട്ടായിരിക്കും എന്നത് എനിക്ക് മനസ്സിലായി. ആ സ്കാമിന്റെ ഒരു പങ്ക് എനിക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഇത് നടത്താൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. അതുകൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ
എന്നെ വന്ന് കാണും. ആ സ്കാം എന്താണെന്നും അതിൽ നിനക്കെത്ര ലഭിക്കുമെന്നും എത്ര ശതമാനം എനിക്ക് തരാൻ പറ്റുമെന്നും ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുക. അതല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചതെല്ലാം അറിയിക്കുമെന്ന് പറഞ്ഞ് ഈ മാനേജർ ഒരു മെസ്സേജ് അയച്ചിരിക്കുക നമ്മുടെ അയൽക്കാരന്. അപ്പോൾ അയൽക്കാരനാണെങ്കിൽ ഒളിച്ചിരുന്ന് മാനേജറെ കൊല്ലാൻ ശ്രമിക്കും. അയാളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന മാനേജർ റോഡിൽ വരുന്ന ബസ് ഇടിച്ച് സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു. ഈ മാനേജർ മരിച്ച ന്യൂസ് ടിവിയിൽ കാണുന്നുണ്ട്. ആ TV ന്യൂസ് കാണുമ്പോൾ അയൽക്കാരന്റെ കാമുകിക്ക് മനസ്സിലാകും അയൽക്കാരനാണ് അയാളെ കൊന്നതെന്ന്. കൊലപാതകത്തിൽ ഞാൻ ഇൻവോൾവ് ആവില്ല, പോലീസിനെ പേടിച്ച് എനിക്ക് ജീവിക്കാൻ കഴിയില്ല, നീ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്കാമാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത്, എന്നെ ചതിക്കരുത്, പോലീസിൽ പെടുത്തരുത് എന്ന് പറഞ്ഞ് ഈ കാമുകി അയൽക്കാരനോട് കരയുമ്പോൾ അയൽക്കാരൻ അവളെ സമാധാനിപ്പിച്ച് അവനെ ഇല്ലാതാക്കിയില്ലെങ്കിൽ നമ്മുടെ വലിയൊരു പങ്ക് അയാൾക്ക് കൊടുക്കേണ്ടി വന്നേനെ. മാത്രമല്ല എല്ലാം വെളിച്ചത്താക്കാനും ആ മണ്ടനെ കൊണ്ട് കഴിയും, അവനെ കൂടെ കൂട്ടാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ് അവൻ കാമുകിയെ കൺവിൻസ് ചെയ്യുന്നു. ഈ സമയത്ത് അയൽക്കാരനൊരു മെസ്സേജ് ലഭിക്കുന്നുണ്ട്. ഇവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഇവരെ ക്യാപ്റ്റനാണ് വിളിച്ചിരിക്കുന്നത്, അയാൾക്ക് എത്രയും പെട്ടെന്ന് ഇവരെ കാണണം. ആ സമയം ഹീറോയിൻ തന്റെ അങ്കിളിനെ വിളിച്ച് അപ്പാർട്ട്മെന്റിലെ മാനേജർ കൊല്ലപ്പെട്ടു, ഇനി ഞാൻ ആരെ വിശ്വസിക്കും, എനിക്ക് പുതിയ ആൾക്കാരെ പേടിയാണ്, ചുറ്റും എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നത് പോലെ, നിങ്ങൾ എന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പൊ അങ്കിള് പറയും പേടിക്കണ്ട, അയാൾ മരണപ്പെട്ടാൽ എന്താ, എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പറഞ്ഞുവിടാം, നിനക്കൊരു കുഴപ്പം ഉണ്ടാക്കാത്ത ഒരാൾ ഞാൻ അയാളെ തേടി കണ്ടുപിടിച്ചോളാം, നീ വിഷമിക്കാതെ റെസ്റ്റ് എടുക്ക്, ഞാൻ നാളെ വിളിക്കാമെന്ന് പറഞ്ഞ് അങ്കിള് ഫോൺ കട്ട് ചെയ്ത് തിരിയുമ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ഹീറോയിനെ പറ്റിക്കാൻ വേണ്ടി ഈ കപ്പിൾസിനെ പറഞ്ഞുവിട്ട ക്യാപ്റ്റൻ മറ്റാരുമല്ല നമ്മുടെ അങ്കിള് തന്നെയാണ്, അങ്കിൾ ഡോക്ടർ തന്നെയാണ്. ഇപ്പൊ ഡോക്ടർ ആ അയൽക്കാരോട് പറയും നിങ്ങൾ ചെയ്തൊരു മിസ്റ്റേക്ക് കാരണമാണ് ഇപ്പൊ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ആരംഭിച്ചിരിക്കുന്നു, ആ കൊലപാതകത്തിൽ ഒരു എററുണ്ട്, അത് വൃത്തിയായ ഒരു ആത്മഹത്യയാക്കാൻ നിനക്ക് കഴിഞ്ഞില്ല, ഇപ്പൊ അടുത്തൊരു മരണവും അനാവശ്യമായി നീ ചെയ്തിട്ടുണ്ട്, ആ ലേഡിക്ക് ചുറ്റുമുള്ളവർക്ക് ഇങ്ങനെ രഹസ്യ മരണങ്ങൾ സംഭവിച്ചാൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരും, കാരണം മറ്റൊന്നുമല്ല ആ അമ്മൂമ്മയുടെ വാടക കൊടുത്തിരുന്നത് ഞാനാ, എൻ്റെ സ്വന്തം അക്കൗണ്ടിൽ നിന്നും, വളരെ പെട്ടെന്ന് പോലീസുകാർ എന്നെ പിടിക്കും, അതുകൊണ്ട് ഈ പ്ലാൻ ഇനി സേഫ് അല്ല, ഞാനത് നിർത്തിവെക്കാൻ തീരുമാനിച്ചു, ഇനി നിങ്ങളെ വിശ്വസിച്ചിട്ടും കാര്യമില്ല. ഇങ്ങനെ അങ്കിൾ ഡോക്ടർ പറയുമ്പോൾ നമ്മുടെ അയൽക്കാരൻ നമ്മുടെ ഭാഗ്യത്തിന് ഇനി ഒരൊറ്റ സ്റ്റെപ്പും കൂടിയുള്ളൂ, ഒരു ഇമെയിൽ അവൾ അയച്ചാൽ മതി, നമ്മുടെ കയ്യിൽ എല്ലാമായി, ഈ സമയത്ത് നിങ്ങളത് നിർത്തലാക്കരുത്. ഇത് കേൾക്കുമ്പോൾ അങ്കിൾ ഡോക്ടർ പറയും ഭാഗ്യം നേരെ ജയിലിലോട്ടാകാൻ പാടില്ല, ഉള്ള കഞ്ഞിയും കുടിച്ചെങ്കിൽ എനിക്ക് ജീവിക്കണം പുറത്ത് സ്വസ്ഥമായിട്ട്, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ ഞാനിപ്പോൾ തയ്യാറില്ല, രണ്ടുപേരും തിരിച്ചു പോയിക്കോ, പെട്ടിയും കിടക്കിയെടുത്ത് ആ ഫ്ലാറ്റിൽ ഇനി താമസിക്കാതെ വിട്ടോ എവിടേക്കെങ്കിലും, ഞാൻ ഈ പ്ലാൻ ക്ലോസ് ചെയ്യാണ്, എനിക്ക് തോട്ടത്തിൽ വെള്ളം നനയ്ക്കാനുണ്ട്, നിങ്ങളൊന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അങ്കിൾ ഡോക്ടർ അവിടെ നിന്ന് മാറിപ്പോവാ. ഡോക്ടർ പോയി കഴിയുമ്പം അയൽക്കാരി കാമുകി ഈ കാമുകൻ വില്ലനോട് ചോദിക്കുകയാണ് ഇനി നമ്മൾ എന്താ ചെയ്യാന്ന്. അവൻ പറയും ഞാനൊന്ന് അദ്ദേഹത്തോട് സംസാരിച്ച് നോക്കട്ടെ, എന്തായാലും ഇതുവരെ ആയ സ്ഥിതിക്ക് ഇത് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലല്ലോ, ഞാൻ ചെന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ഡോക്ടറെ അടുത്തേക്ക് പോവാ. കുറച്ച് സമയം കഴിയുമ്പോൾ സംശയം തോന്നിയ അയൽക്കാരി പുറകെ ചെന്ന് നോക്കുമ്പോൾ വില്ലന ഡോക്ടറെ, ഈ പ്ലാൻ ഏൽപ്പിച്ച ഡോക്ടറെ തന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ കൊന്നുകളഞ്ഞിട്ട് ഡോക്ടറെ ശരീരം അവിടുത്തെ പൂന്തോട്ടത്തിൽ തന്നെ കുഴി കുത്തി മൂടും. അത് കഴിഞ്ഞ് ഒരു ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ കാമുകി വില്ലനോട് ചോദിക്കുകയാണ് അങ്ങയുടെ മൊബൈൽ നീ എടുത്തോ, അതിനകത്ത് നമ്മളെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്, നമ്മൾ അതെടുക്കാൻ വിട്ടുപോയല്ലോ. ഇവരാകെ ബേജാറിലാവും, ബേജാറെന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരാവും. പോലീസ് അവിടെ മരണം നടന്ന് അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മളെ കണ്ടുപിടിക്കും, ഇനി എന്താ ചെയ്യുക? അവളെ ചോദിക്കുകയാണ് നമുക്കിത് ഡ്രോപ്പ് ചെയ്തിട്ട് ഓടിയാലോ? അപ്പൊ വില്ലൻ പറയും ഡ്രോപ്പ് ചെയ്ത് എത്ര ദൂരം ഓടാൻ കഴിയും, നമ്മുടെ കയ്യിൽ പണമില്ല, പണമില്ലാതെ എത്ര ദൂരത്തേക്ക് പോകാനാ? ഈ പ്ലാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ബാക്കപ്പ് പ്ലാനും കൂടെ വെച്ചിരുന്നു, പെട്ടെന്ന് ആക്ട് ചെയ്യുക എന്നുള്ളത്, അതിന് പ്രയോഗിച്ചാലേ നമുക്ക് രക്ഷയുള്ളൂ, തയ്യാറായിക്കോ എന്ന് വില്ലൻ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത സീനിൽ ഈ അയൽക്കാരി ഹീറോയിന്റെ കഥവ് ആഞ്ഞാഞ്ഞ് തട്ടിക്കൊണ്ടിരിക്കുക. എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ കൊല്ലും, ദയവ് ചെയ്ത് കഥക് തുറക്ക്, എന്നെ രക്ഷപ്പെടുത്ത്. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പേടിച്ച് വാതിൽ തുറക്കും. അയൽക്കാരി ഓടി ഹീറോയിന്റെ വീടിനകത്ത് കയറുന്നു. പുറകെ വില്ലനുണ്ട്, അയാളുടെ കയ്യിലൊരു തോക്ക്. നീ എന്നെ പറ്റിക്കാൻ നോക്കുന്നോടി, ഞാൻ നിന്നെ കൊല്ലുമടി എന്ന് പറഞ്ഞിട്ട് ഇയാൾ കാമുകിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. കാമുകി അയാളുടെ തോക്ക് തട്ടി മാറ്റി രണ്ടുപേരും നിലത്ത് കടന്ന് ഉരുളുക, തമ്മി അടിയുണ്ടാക്കിയിട്ട്. അയാളാണെങ്കിൽ വിടുന്ന മട്ടില്ല. അപ്പൊ ഈ പെണ്ണ് ഹീറോയിനോട് ആ തോക്കെടുത്ത് എന്റെ കയ്യിലേക്ക് താ, ഇനി വേറെ രക്ഷയില്ല, ഇവൻ എന്നെ കൊല്ലാതിരിക്കണമെങ്കിൽ ആ തോക്ക് എന്റെ കയ്യിൽ വേണമെന്ന് പറഞ്ഞ് അയൽക്കാരി കൈനീട്ടി ചോദിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ കയ്യിലേക്ക് ആ തോക്ക് കൊടുക്കും. അപ്പൊ വില്ലൻ അയൽക്കാരിയുടെ കഴുത്തെ പിടിച്ച് ഞെരുക്കുന്നുണ്ട്. ഞാൻ നിന്നെ വെടിവെക്കും, എന്നെ വിട് എന്ന് അവള് പറയുമെങ്കിലും ഇവൻ പിടിവിടുന്നില്ല. ഉടനെ പേടിച്ചരണ്ട പെണ്ണ് കാഞ്ചി വലിച്ചു പൊട്ടിച്ച് അവന്റെ നെഞ്ചിലേക്ക് ഒരു ഉണ്ട തറപ്പിക്കുക, വെടിവെച്ചു. രക്തം വാർന്ന് ഒലിക്കുന്നുണ്ടെങ്കിലും ഈ അയൽക്കാരൻ പിടിവിട്ടിട്ടില്ല, പെണ്ണിന്റെ കഴുത്തെ പിടിച്ച് ഞെരുക്കുന്നു. ഇത് കണ്ട ഹീറോയിന് പൊറുക്കാൻ കഴിഞ്ഞില്ല. അവള് പെട്ടെന്ന് ആക്ട് ചെയ്യും. അടുക്കളയിൽ നിന്നൊരു കത്തിയെടുത്ത് ഈ വില്ലന്റെ പുറത്ത് അവൾ ആറഞ്ചം പുറഞ്ചം കുത്തി അവനെ കൊന്നുകളയാം. ഈ ഒരു ട്വിസ്റ്റ് നമ്മുടെ അയൽക്കാരെയും പ്രതീക്ഷിച്ചില്ല. പലതവണ കുത്തിയ സ്പോട്ടിൽ തന്നെ വില്ലൻ അവള് കൊന്നുകളഞ്ഞു. വില്ലൻ മരിച്ചു കഴിയുമ്പോൾ ഈ അയൽക്കാരി കിടന്ന് അലറുക, നീ അവനെ കൊന്നു, നീ എന്ത് പണിയാ കാണിച്ചത്,
ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ കുത്താൻ നിന്നോട് ആരാ പറഞ്ഞത്? നീ അവനെ കൊന്നില്ലേ? ഇപ്പൊ ഒരു കൊലപാതകമാണ്. ഇതിൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് അവൾ കരയുക. ഉടനെ ഹീറോയിൻ ഫോൺ എടുത്ത് അങ്കിൾ ഡോക്ടറിനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അങ്കിൾ ഡോക്ടർ ഇവിടെ മണ്ണിനടിയിൽ കിടക്കല്ലേ. എന്നാൽ അങ്കിൾ ഡോക്ടറുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അത് മണ്ണിനടിയിൽ നിന്നും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പെട്ടെന്ന് അയൽക്കാരി വന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് ഹീറോയിനോട് പറയാണ്, ഇതിനെക്കുറിച്ച് നീ ആരോടൊന്നും പറയരുത്. പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ജയിലിനകത്താവും. നീ മാത്രമല്ല കൊന്നത്, ഞാനും കൂടെയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്നാണ് അവനെ കൊന്നുകളഞ്ഞത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. വേറെ വഴിയില്ല. എനിക്കാണെങ്കിൽ എങ്ങോട്ടാ പോണ്ടേന്ന് പോലും അറിയില്ല. എൻ്റെ കയ്യിൽ 10 പൈസയില്ല. പോലീസിൽ പിടിക്കപ്പെടാതെ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് പണമെങ്കിലും എൻ്റെ കയ്യിൽ വേണം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവള് കരയായിരിക്കും അയൽക്കാരി. അപ്പൊ ഹീറോയിൻ, കുറച്ച് പണം നമുക്ക് എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ നിന്നും എടുക്കാം. ഞാനത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, നീ വിഷമിക്കണ്ട. എൻ്റെ പേരിൽ പണം ഉണ്ടെന്ന് പറഞ്ഞ് ഇവള് മണി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടർ ഓണാക്കും. ഈ സമയത്താണ് ഹീറോയെ ആ ആന്റി കളക്ഷനിലെ അപ്പൂപ്പൻ വിളിച്ചു വരുത്തുന്നത്. അങ്ങേര് കോഫി പ്ലേറ്റിലെ സിമ്പിൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. അത് വാട്ടർ ഫാമിലിയുടെ സിമ്പിളാണ്. അംബാനിയുടേതുപോലത്തെ ഒരു വലിയ ഫാമിലിയുടെ സിമ്പിളാണത്. അവരുടെ വീടുകളിലും കമ്പനികളിലൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ സ്വന്തമായ സിമ്പിൾ. സോ ഹീറോയിൻ വാട്ടർ ഫാമിലിയിലെ കുട്ടിയാണെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. ആ നേരത്താണ് ബഡ്ഡി പോലീസുകാരൻ വന്നിട്ട് പറയുന്നത്, അമ്മൂമ്മയുടെ പഴയ ജോലി ഒരു നാനിയായിട്ടായിരുന്നു. വാട്ടർ ഫാമിലിയിലെ നാനിയായിട്ട് ഒരുപാട് വർഷം അവരവിടുത്തെ കൊച്ചിനെ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഇവർ ആ ഫ്ലാറ്റിൽ താമസത്തിന് പോയത്. അവരെ വാടക കൊടുത്തിരിക്കുന്ന ആരെന്നറിയോ? നമ്മുടെ ഡോക്ടർ റേമണ്ട്, അങ്കിൾ ഡോക്ടർ. ഈ കാര്യങ്ങളെല്ലാം തന്നെ അങ്കിൾ ഡോക്ടർ ഇവരെ കയ്യിൽ നിന്ന് മറക്കിയായിരുന്നു. എന്നാ പിന്നെ അയാളെ ചെന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. എന്തുകൊണ്ടാണ് മറച്ചത്? മുത്തശ്ശിയുടെ മരണവുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടോ എന്ന് അറിയണമല്ലോ. അതിനുവേണ്ടി പോലീസുകാർ ഡോക്ടറെ വീട്ടിലേക്ക് പോവാം. ഈ സമയം ഹീറോയിൻ തന്റെ ബാങ്ക് അക്കൗണ്ട് കമ്പ്യൂട്ടറിലൂടെ ഓപ്പൺ ചെയ്ത് പാസ്വേഡൊക്കെ ടൈപ്പ് ചെയ്തിട്ട് കുറച്ച് പണം അയൽക്കാരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇവള് കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുമ്പോൾ ഇവൾ അക്കൗണ്ടിന് കൊടുത്തിട്ടുള്ള പാസ്വേഡ് നമ്മുടെ കള്ളി അയൽക്കാരുടെ മൊബൈലിലേക്ക് ട്രാൻസ്ഫർ ആവും. അവൾക്കിപ്പോൾ എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഈ സമയം ഹീറോയും ബഡ്ഡി പോലീസുകാരനും കൂടെ ഡോക്ടറെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ആരെയും കാണുന്നില്ല. അപ്പോഴാണ് ഗാർഡനിൽ പട്ടി ഉരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പോയി നോക്കുമ്പോൾ പട്ടി മണ്ണ് മാന്തി ഒരു ഹ്യൂമൻ ബോഡി പുറത്തേക്ക് എടുക്കുന്നു. ഈ സമയത്ത് ഹീറോയിൻ അയൽക്കാരി ആരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഡോക്ടർ ഒരുപാട് വിശ്വാസമാണല്ലോ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഡോക്ടറെ വിളിച്ച് നോക്കുന്നുണ്ട്. ഡോക്ടറെ ഫോൺ ഇവിടെ മണ്ണിനടിയിൽ നിന്ന് റിങ് ചെയ്യുമ്പോൾ അത് പോലീസുകാരുടെ കയ്യിലേക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ അയൽക്കാരി വസ്ത്രമൊക്കെ മാറി വന്ന് ഹീറോയിനോടും റെഡിയാവും പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറയും. അയൽക്കാരി ഡോക്ടറെ വിളിക്കണ്ടെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ട് ഹീറോയിൻ ഫോൺ മാറ്റി വെച്ചിട്ടാണ് പോവുക. ഈ അയൽക്കാരി എന്തൊക്കെ പറഞ്ഞാലും ഡോക്ടർ പറയാതെ ഒരു തീരുമാനം എടുക്കാൻ ഹീറോയിന് പേടിയുണ്ട്. എന്തായാലും ഇപ്പൊ കൂട്ടുകാരി ഹീറോയിനോട് കുളിക്കാൻ പോകാൻ പറയും. അവള് പോയ സമയത്താണ് പോലീസുകാര് ഈ ഫോണിലേക്ക് വിളിക്കുന്നത്. അയൽക്കാരിയാണ് ഫോൺ എടുക്കുക. പോലീസുകാരൻ പറയും, മിസ് ക്ലേറ്റൺ, ഞാൻ ഡിറ്റക്റ്റീവാണ്. നിങ്ങളെ സഹായിച്ചിരുന്ന ഡോക്ടർ ഇപ്പൊ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ വീട്ടിലുണ്ടായിരുന്ന നാനിയുടെ മരണവും കൊലപാതകമാണോ എന്നെനിക്ക് സംശയമുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചോളൂ. നിങ്ങൾക്ക് ചുറ്റും അപകട രീതിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആര് വന്ന് കതക് മുട്ടിയാലും തുറക്കണ്ട. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ ഹീറോ അവിടുന്ന് പുറപ്പെടുക. ഇതെല്ലാം തന്നെ ഹീറോയിൻ കേൾക്കുന്നത് പോലെ നമ്മുടെ അയൽക്കാരി കേട്ടിട്ട് ശരി സാറെന്ന് പറയും. അത് കഴിയുമ്പോഴാണ് ഹീറോയിൻ കുളിച്ചിട്ട് വരിക. വന്നുടനെ ഈ താഴെ കിടക്കുന്ന ബോഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തുണി എടുക്കുന്നുണ്ട്. കൂടെ ഉണ്ടായിരുന്ന അയൽക്കാരിനെയും കാണുന്നില്ല. ഇവൾ ആ ബോഡി മറയ്ക്കാൻ നോക്കുമ്പോഴാണ് വില്ലന്റെ ശരീരത്ത് ഡോക്ടറെ പേഴ്സ് ഇരിക്കുന്നത് കാണാം. ഇവള് സംശയപ്പെട്ട് ബോഡി ചെക്ക് ചെയ്യുമ്പോൾ വെടികൊണ്ട ഭാഗത്ത് ഇലക്ട്രിക്കൽ വയറും സംഭവങ്ങളും. ഷർട്ട് അഴിച്ച് നോക്കുമ്പോഴാണ് ഇയാൾക്ക് ശരിക്കും വെടി കൊണ്ടിട്ടില്ല, അതൊരു സിനിമാ സെറ്റപ്പിൽ ചെയ്തിരിക്കുന്നതാണെന്ന് ഹീറോയിന് മനസ്സിലാവുക. അതേപോലെ തോക്ക് പൊട്ടിയിട്ടുമില്ല, തോക്കിലെല്ലാം ഉണ്ടകളുണ്ട്. അതേപോലെ ഇവരോട് കൂട്ടുകൂടാൻ പറഞ്ഞ ആരാ? നമ്മുടെ ഡോക്ടർ. സോ ഇവരെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്നുള്ളത് ഇപ്പൊ ഹീറോയിന് മനസ്സിലായി. ഈ നേരത്ത് ഹീറോയിനെ പോലെ വേഷം ധരിച്ച് ഹീറോയിന്റെ തന്നെ ID കാർഡും സെക്യൂരിറ്റി നമ്പരും മറ്റ് ലീഗൽ ഡീറ്റെയിൽസും എല്ലാം കൈവശം വെച്ചിട്ട് അയൽക്കാരി നേരെ ഹീറോയിന്റെ അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് ചെല്ലുന്നു. എന്റെ അക്കൗണ്ട് ഈ ബാങ്കിൽ നിന്നും ക്ലോസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അവർ മാനേജർ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഈ സമയത്താണ് ഹീറോയിൻ പോലീസുകാരന്റെ നമ്പർ എടുത്ത് ഹീറോനെ വിളിക്കുന്നു. അപ്പോഴാണ് ഹീറോ പറയുക, ഞാൻ കുറച്ചു മുന്നേ നിങ്ങൾക്ക് വിളിച്ചിരുന്നല്ലോ, ഡോക്ടർ മരണപ്പെട്ടു, നാനിയുടേതും കൊലപാതകമാണ്. നിങ്ങളെ സേഫ്റ്റിയിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരത്തെ നിങ്ങളോട് പറഞ്ഞാണല്ലോ. അത് കേൾക്കുമ്പോൾ ഹീറോയിന് മനസ്സിലാവും കുറച്ച് നേരത്തെ സംസാരിച്ചത് തന്റെ കൂടെ ഉണ്ടായിരുന്ന അയൽക്കാരിയാണെന്ന്. അവള് തന്റെ അക്കൗണ്ടിലെ പണം മുഴുവൻ മാറ്റാൻ ശ്രമിക്കുകയാണെന്നും ഹീറോയിന് മനസ്സിലാവും. ഈ സമയത്ത് അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാവും. കറക്റ്റ് അക്കൗണ്ട് പാസ്വേഡും ഡീറ്റെയിൽസും അവൾ ബാങ്കുകാർക്ക് കൈമാറുന്നുണ്ട്. അപ്പൊ ഇവിടെ ഹീറോയിനാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അക്കൗണ്ടിൽ കയറി എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. രസം എന്താന്ന് വെച്ചാൽ ഈ ബാങ്ക് തന്നെ ഹീറോയിൻ്റെതാണ്. അവളുടെ അച്ഛന്റെ ഗ്രൂപ്പിൽപ്പെട്ടതാണ് ഈ ബാങ്ക്. അത് കഴിയുമ്പോൾ ഹീറോയിൻ പത്രക്കാരെ വിളിച്ചിട്ട് വാട്ടർ ഫാമിലിയിലെ കൊച്ചുമകൾ അവളുടെ ഒളിവാസം നിർത്തി പുറത്തേക്ക് വരാൻ തീരുമാനിച്ചു. അവൾ ഇന്ന ബാങ്കിന് മുന്നിൽ ഇന്ന വസ്ത്രം ധരിച്ച്, അതായത് വില്ലത്തി ഇപ്പൊ ധരിച്ചിരിക്കുന്ന ബ്ലാക്ക് കളർ ഡ്രസ്സ് ധരിച്ച് അബിഗെയിൽ എന്ന പേരിൽ അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവളെ അവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്ന് പറയും. ഈ സമയത്ത് അയൽക്കാരി, എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ എത്ര പണം ഉണ്ടെന്നറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു, അത് മാറ്റുന്നതിന് മുന്നേ
എത്രയുണ്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ എന്ന് അവിടുത്തെ മാനേജറോട് ചോദിക്കും. മാനേജർ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്ത് 720 ആണെന്ന് പറയും. അത് കേട്ടുടനെ ഇവള് ചിരിക്കുന്നു. അയൽക്കാർ ചിരിക്കുക, 720 മില്യണോ എന്ന് ചോദിച്ചിട്ട്. മാനേജറും ചിരിക്കുന്നുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് മാനേജർ പറയും, 720 മില്യൺ അല്ല, $7.20 അതാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളത്. അയൽക്കാർ ഒരു തവണ ഹീറോയിനോട് പറഞ്ഞിരുന്നു, വീട് വിട്ടിറങ്ങിയ എന്റെ കയ്യിൽ $7.20 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഹീറോയിൻ ഇപ്പോൾ ഒരു തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അതേ പണവുമായിട്ടാണ് വീണ്ടും ഇവള് തെരുവിലേക്ക് ഇറങ്ങുന്നത്. അക്കൗണ്ടിലെ പണത്തിന്റെ ഡീറ്റെയിൽസ് അറിഞ്ഞ ഉടനെ തല ചുറ്റി പെണ്ണ് തിരിഞ്ഞടന്നു പോവാ. തനിക്ക് എന്താ സംഭവിച്ചത്, എവിടെയാ പിഴച്ചതെന്നറിയാതെ. അപ്പോഴായിരിക്കും മറഞ്ഞിരുന്ന ഒരു ലേഡി എന്ന് പറഞ്ഞു വിളിക്കുന്നു. നോക്കുമ്പോൾ ഹീറോയിൻ. അയൽക്കാരി ഓടി വന്നിട്ട്, എന്നോട് ക്ഷമിക്കൂ, സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, കുറച്ച് സമയം തരാവോ, എന്നെ ചതിക്കരുത്. അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, നമ്മൾ തമ്മിലുള്ള സംസാരങ്ങളെല്ലാം കഴിഞ്ഞു, എന്താ സംഭവിച്ചതെന്ന് വിശദമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ഇപ്പം എൻ്റെ മോള് പൊയ്ക്കോ, നിന്നെ കാത്ത് ഒരു കൂട്ടം ആൾക്കാർ പുറത്തു നിൽപ്പുണ്ട്. എൻ്റെ പേരിലല്ലേ നീ അറിയപ്പെടണം എന്നാഗ്രഹിച്ചത്, നീ അറിയപ്പെട്ടോളൂ. ഇനി നിന്നോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്കല്ല നിനക്ക് സമയം ഉണ്ടാവില്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവളെ ഇറങ്ങിപ്പോകാൻ പറയുന്നു. ഈ പെണ്ണ് ബാങ്ക് വിട്ട് ഇറങ്ങുമ്പോഴേക്കും നിങ്ങളാണോ വാട്ടർ ഫാമിലിയിലെ കൊച്ചുമോളെന്ന് ചോദിച്ചിട്ട് കുറേയധികം പത്രക്കാർ ചുറ്റും കൂടി ഇന്ന് അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അവൾ അല്ല എന്ന് പറയുന്നുണ്ട്, അവർ കേൾക്കുന്നില്ല. ഇതിനിടയിലൂടെ ചിരിച്ചുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ടാവും. എന്നാൽ അവൾ നേരെ ഹീറോ പോലീസിന്റെ വായിൽ ചെന്ന് പെടുന്നുണ്ട്. പക്ഷെ ഹീറോ പോലീസ് കണ്ണു കാണിക്കും, പൊയ്ക്കോളൂ, ഞാൻ ആരോടും പറയില്ല എന്ന രീതിയിൽ. ആരും അറിയാതെ ഹിഡനായി ഒളിച്ചു താമസിക്കാനാണ് ഹീറോയിൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഹീറോ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല. ഇപ്പം ആ ക്രൈമിനെല്ലാം ചുമതലക്കാരിയായ കൊള്ളക്കാരിയെ ഹീറോയും പോലീസും ചെന്ന് വിലങ്ങ് വെച്ച് പിടിക്കുന്നു. അങ്ങനെ അവളെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ ഹീറോയിൻ ഒരു ടാക്സി കയറി നേരെ എയർപോർട്ടിലേക്ക് വണ്ടി വിടാൻ പറയും. അവൾ ഈ നാട് വിട്ടു പോവാത്രേ, വേറെ എവിടെയെങ്കിലും അവൾ അറിയാത്ത സ്ഥലത്ത് സമാധാനമായിട്ട് ജീവിക്കാൻ. നിങ്ങളുടെ പേരെന്താണ് മേഡം എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും ലിലിയൻ എന്ന്. വീണ്ടും പേര് മാറ്റി ഏതെങ്കിലും നാട്ടിൽ ചെന്ന് പീസ്ഫുള്ളായിട്ട് ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. അവിടെ വെച്ച് കൊളംബസ് സർക്കിൾ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.